ായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ് ബാബ ഓർ ബാബ കി ചടി. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം കവിത. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ ബാബ ഓർ ബാബ की चढ़ी. पहले वो कहता है चल चल बाहर चलते हैं और उठा लेता है छड़ी को. बिस्तर पर जो लेटी हुई थी फिर वो उसका हाथ पकड़ के बाहर लाती है. साथ साथ चलते हैं दोनों बाबा और बाबा की चढ़ी. छड़ी भगा देती है, कोई गली का कुत्ता भौंके तो भाग तलक जाते हैं दोनों. थक जाए तो बाबा अक्सर छड़ी पे माथा टेक के बेंच पे बैठ भी जाता है. छड़ी ही उड़कर कभी कभी बाबा को दिखाती है नया नया जो बौर आया है नए नए पेड़ों पर. एक कदम जब वो चलती है एक कदम वो चलता है बाबा और बाबा की चढ़ी. दोनों में से कोई अकेला चल नहीं सकता. हाथ अगर छूटे तो दोनों गिर पड़ते हैं. एक जवान एक बूढ़ा है बाबा और बाबा की चढ़ी. അപ്പോൾ ഇത്രയാണുള്ളത്. നമുക്ക് അതിൻ്റെ മീനിങ്സ് നോക്കാം കേട്ടോ. ബാബ ഓർ ബാബ കി ചടി അല്ലേ. ബാബ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ, വയസ്സായ ഒരു വൃദ്ധൻ. ബാബയും ബാബയുടെ ചടി എന്ന് വെച്ചാൽ വടി എന്നാണ് അർത്ഥം. വടിയും. അപ്പം നോക്കാലോ, ബാബയും ബാബയുടെ വടിയും. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ. സാത്ത് സാത്ത് എന്ന് വെച്ചാൽ ഒരുമിച്ച് അല്ലേ, ഒരുമിച്ച്. ചലത്തെ ഹേ അല്ലേ, നടക്കുന്നു. ദോനോം ദോനം ദോ എന്ന് വെച്ചാൽ രണ്ടാണ്. അപ്പം ദോനോ എന്ന് വെച്ചാൽ രണ്ടുപേരും. ആരൊക്കെ? ബാബ ഔർ ബാബ കി ചടി. ബാബയും ബാബയുടെ ബാബ കി ചടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബയുടെ വടിയും. പഹലെ വോ കഹ്താ ഹെ. പഹലെ എന്ന് വെച്ചാൽ ഫസ്റ്റ് അല്ലേ. ഫസ്റ്റ് ആര് പറയുന്നു? കഹ്താ ഹെ എന്ന് വെച്ചാൽ പറയുന്നു. ചൽ ചൽ ബാഹർ ചലത്തെ ഹെ അല്ലേ. ഫസ്റ്റ് ബാബ പറയുന്നു ചൽ ചൽ അല്ലേ, വരൂ വരൂ. ബാഹർ, ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്. ചലത്തെ ഹെ പുറത്തു പോകാം. വരൂ നമുക്ക് പുറത്തു പോകാം എന്ന് ബാബ പറയുന്നു. ഓർ ഉഠാ ലേത്താ ഹെ ചടീക്കോ. और എന്നിട്ട് ഉഠാ ലേത്താ ഹെ എന്ന് വെച്ചാൽ എടുക്കുന്നു. ചടീക്കോ വടിയെ എടുക്കുന്നു. ബിസ്തർ പർ ജോ ലേട്ടി ഹുയി തി. എവിടെയാണ് വടിയുള്ളത്? ബിസ്തർ പർ അല്ലേ, കിടക്ക. ബിസ്തർ എന്ന് വെച്ചാൽ കിടക്ക, കിടക്കയിൽ കിടക്കുന്ന അല്ലേ. ലേട്ടി ഹുയി തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന, കിടക്കയിൽ കിടക്കുന്ന വടി എടുത്തുകൊണ്ട് പോകുന്നു. ഫിർ വോ ഉസ്കാ ഹാത്ത് പകട് കെ ബാഹർ ലാത്തി ഹെ. ഫിർ, ഫിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട്, വോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഉസ്കാ ഹാത്ത് പകടുക്കർ അതിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അല്ലേ. പകടുക്കെ, പകടന എന്ന് വെച്ചാൽ പിടിക്കുക, പകടുക്കെ എന്ന് വെച്ചാൽ പിടിച്ചിട്ട്, ബാഹർ ലാത്തി ഹെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആരെ? വടിയുടെ കൈയും പിടിച്ചിട്ട് ബാബ പുറത്തേക്ക് വരുന്നു. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ. പിന്നെ ആ ലൈൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സാത്ത് സാത്ത് ഒരുമിച്ച് തന്നെ നടക്കുന്നു രണ്ടുപേരും. ബാബ ഓർ ബാബ കി ചടി അല്ലെ, ബാബയും ബാബയുടെ വടിയും. ചടി ബഗാ ദേത്തി ഹെ. എന്നിട്ട് പറയാണ് ചടി ബഗാ ദേത്തി ഹെ കോയി ഗലി കാ കുത്ത ബൗങ്കേ തോ. ചടി, ചടി എന്ന് വെച്ചാൽ വടി. വടി എന്ത് ചെയ്യുന്നു?
ബഗാ ദേത്തി ഹെ. ബഗാ ദേന എന്ന് വെച്ചാൽ ഓടിക്കുന്നു. ഭാഗന എന്ന് വെച്ചാൽ ഓടുക. ബഗാ ദേത്തി ഹെ എന്ന് വെച്ചാൽ ഓടിക്കുന്നു. ഗലീക അല്ലെ, ഗലി എന്ന് വെച്ചാൽ തെരുവിലുള്ള. കൊയ് ഗലീക അല്ലെ, ഏതെങ്കിലും ഒരു തെരുവിലുള്ള. കുത്ത അല്ലെ, കുത്ത എന്ന് വെച്ചാൽ എന്താണ്, നായ. ഭൗങ്കേത്തോ, പട്ടികൾ എന്ത് ചെയ്യും, കുരക്കും. അപ്പോൾ ഭൗങ്കന എന്ന് വെച്ചാൽ കുരക്കുക അല്ലെ. ഏതെങ്കിലും ഒരു പട്ടി കുരച്ചിട്ട് പിറകെ വരികയാണെങ്കിൽ അതിനെ ആരോടിക്കും, വടി ഓടിക്കും. ബാഗ് തലക്ക് അല്ലെ, ബാഗ് എന്ന് വെച്ചാൽ തോട്ടം അല്ലെ, തോട്ടത്തിന്റെ തലക്ക് എന്ന് വെച്ചാൽ തക്ക്, വരെ എന്നുള്ള അർത്ഥം. ജാത്തേ ഹേ ദോനോ അല്ലെ, രണ്ടുപേരും തോട്ടം വരെ പോകുന്നു. തക്ക് ജായേത്തോ അല്ലെ, ക്ഷീണിക്കുക അല്ലെ, തക്കുന എന്ന് വെച്ചാൽ ക്ഷീണിക്കുക. തക്ക് ജായേത്തോ, ക്ഷീണിച്ചാല്. ബാബ അക്സർ, ബാബ എന്ത് ചെയ്യും, ചടി പേ മാതാ ടേക്കുകെ. ചടി എന്ന് വെച്ചാൽ വടീൻ്റെ മേലെ, മാത്ത എന്ന് വെച്ചാൽ തലയാണ്, തല വെച്ചിട്ട് എന്താണ്, തല ചാരിയിട്ട്. ടേക്കുകെ ബെഞ്ച് പേ അല്ലെ, ബെഞ്ചിന്റെ മേലെ. ബൈറ്റ് ബി ജാത്തെ ഹെ, ബൈറ്റ് എന്ന് വെച്ചാൽ ഇരിക്കുക. ബൈറ്റ് ബി ജാത്ത ഹെ എന്ന് വെച്ചാൽ ഇരിക്കുകയും ചെയ്യുന്നു. ക്ഷീണിക്കുമ്പോൾ ആരെയാണ് ബാബ ആശ്രയിക്കുന്നത്, വടിയുടെ മേലെ തല വെച്ചുകൊണ്ട് വിശ്രമിക്കുന്നു. ചടി ഹി ഉഡ്കർ കബി കബി ബാബാക്കോ ദിക്കാത്തി ഹെ. നയാ നയാ ജോ ബൗർ ആയാ ഹെ നയെ നയെ പേടോം പർ. ചടി ഹി ഉഡ്കർ, വടി തന്നെ എഴുന്നേറ്റിട്ട്. കബി കബി, ചിലപ്പോഴൊക്കെ. ബാബാക്കോ ദിഖാത്തി ഹെ, ദിഖാന എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുന്നു, ബാബയെ കാണിച്ചു കൊടുക്കുന്നു. നയാ നയാ, നയാ എന്ന് വെച്ചാൽ പുതിയത് അല്ലെ, ന്യൂ, പുതിയ. ജോ ബൗർ ആയാ ഹെ അല്ലേ, ബൗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പൂക്കളാണ്. മാമ്പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. നയെ നയെ പേടോം പർ, പുതിയ പുതിയ മരങ്ങളിൽ പുതിയ പുതിയ മാമ്പൂക്കൾ വന്നത് ഈ വടി ആർക്ക് കാണിച്ചു കൊടുക്കുന്നു, പുതിയ പുതിയ കാഴ്ചകൾ ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ഏക് കദം ജബ് വോ ചൽത്തി ഹെ. ഏക് കദം എന്ന് വെച്ചാൽ ഒരടി, ഒരടി അല്ലെ, ഒരു ഫീറ്റ്. ജബ് വോ ചൽത്തി ഹെ, എപ്പോഴാണോ വടി നടക്കുന്നത്. വോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വടിയാണ്, അതുകൊണ്ടാണ് ചടി ആയതുകൊണ്ടാണ് ഇവിടെ ചൽത്തി ഹെ എന്ന് പറയുന്നത്. അപ്പോൾ ഏക് കദം ജബ് വോ ചൽത്തി ഹെ, ഒരടി ആ വടി നടക്കുന്ന സമയത്ത്. ഏക് കദം, ഒരടി ആര് നടക്കുന്നു, വോ ചൽത്താ ഹെ, ആ ബാബയും നടക്കുന്നു. അപ്പൊ ചൽത്താ ഹെ, വോ, ഇവിടെ വോ ആരാണ്, ബാബയാണ്. ബാബ ഓർ ബാബ കി ചടി, ബാബയും ബാബയുടെ വടിയും. ദോനോ മേ സെ കോയി അകേല ചൽ നഹി സക്താ. പക്ഷേ ദോനോ മേ സെ, രണ്ടുപേരിലും. കോയി അകേല, ഒരാൾ. അകേല എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക്. ചൽ നഹി സക്ത, നടക്കാൻ പറ്റില്ല. ഹാത്ത് അഗർ ചൂട്ടേത്തോ, ഹാത്ത് എന്ന് വെച്ചാൽ കൈ. അഗർ ഒരു പക്ഷേ, കൈ. ചൂട്ടേത്തോ, ചൂട്ടനാന്ന് വെച്ചാൽ വിട്ടുപോവുക, കൈ വിട്ടു പോയാൽ എന്താ. ദോനോ ഗിർ പടുത്തേ ഹെ, രണ്ടുപേരും. ഗിർനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, താഴെ വീഴും. ഇക്ക് ജവ, ഒരാൾ എന്താണ്, ജവ അല്ലെ, യുവാവാണ്. ഇക്ക് ബൂഡ, ഒരാള് വൃദ്ധനുമാണ്. ബൂഡ എന്ന് വെച്ചാൽ വൃദ്ധൻ, വയസ്സെന്നുള്ള അർത്ഥാണ്. ഒരാള് വൃദ്ധനും. ഇക്ക് ജവ, ഇക്ക് ബൂഡ ഹെ, ഒരാള് വയസ്സനും. ബാബ ഓർ ബാബ കി ചടി, ബാബയും ബാബയുടെ വടിയും. ഇത്രയാണ് കവിതയുള്ളത്.